മലയാള സിനിമയിലെ നഷ്ടക്കണക്കുമായി നിർമ്മാതാക്കൾ. മാർച്ച് മാസം പുറത്തിറങ്ങിയ 15 സിനിമകളിൽ ഭൂരിഭാഗവും നഷ്ടത്തിലാണ് എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ലാഭം നേടിയത് എമ്പുരാൻ മാത്രമാണെന്നും തിയേറ്റർ ഷെയറും ബജറ്റ് വിവരങ്ങളും പുറത്തുവിട്ട് നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കുന്നു. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, എന്താണ് ഈ കണക്കുകൾ? അവർ നൽകുന്ന സൂചന എന്താണ്? എമ്പുരാൻ മാത്രം വലിയ കളക്ഷനിലേക്ക് പോയി എന്നൊക്കെയുള്ള വാർത്ത കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു സിനിമയ്ക്കും അങ്ങനെ ഒരു വിജയത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, ലാഭത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നതാണോ വിലയിരുത്തൽ? അനുജ, അത്തരത്തിൽ തന്നെയാണ് വിലയിരുത്തൽ. മാർച്ച് മാസത്തിൽ 15 ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത്. ഈ 15 ചിത്രങ്ങളിൽ എമ്പുരാൻ മാത്രമാണ് ലാഭം നേടുന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ഈ കണക്കുകൾ പുറത്തുവിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് മൂന്നാം തവണയാണ് ഇത്തരത്തിൽ ബജറ്റ് ഷെയർ അടക്കം നിർമ്മാതാക്കളുടെ ഈ ഒരു സംഘടന ഇപ്പോൾ ഈ കണക്ക് പുറത്തുവിടുന്നത്. 175 കോടിയിലധികം മുതൽ മുടക്കിയാണ് എമ്പുരാൻ പുറത്തിറക്കിയത്. അതിൽ ആദ്യത്തെ 5 ദിവസം, അതായത് പുറത്തിറങ്ങി പിന്നീട് 5 ദിവസത്തെ കളക്ഷന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. 24 കോടി 65 ലക്ഷം രൂപ ഈ 5 ദിവസം കൊണ്ട് എമ്പുരാൻ നേടി. പക്ഷേ മറ്റ് ചിത്രങ്ങളുടെ സാഹചര്യം പരിശോധിച്ചാൽ 78 ലക്ഷം മുതൽ മുടക്കി ഇറക്കിയ മറുവശം ഏതാണ്ട് 60,000 രൂപ മാത്രമാണ് തിയേറ്ററിൽ നിന്ന് നേടിയത്. ഔസേപ്പിന്റെ ഒസ്യത്ത് 4 കോടി മുതൽ മുടക്കി ഇറക്കിയ ചിത്രമാണ്. 45 ലക്ഷം രൂപ മാത്രമാണ് കളക്ഷൻ നേടിയത്. പരിവാറാണെങ്കിൽ 2.5 കോടിയിലധികം മുതൽ മുടക്കി ഇറക്കിയ ചിത്രം, അതിൽ 26 ലക്ഷം മാത്രമാണ് നേടിയത്. പക്ഷേ ഈ ചിത്രങ്ങളെല്ലാം ഔസേപ്പിന്റെ ഒസ്യത്തും അതോടൊപ്പം തന്നെ പരിവാറെല്ലാം ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ട്. എമ്പുരാനും ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അതിന്റെ കൃത്യമായ കണക്ക് നിർമ്മാതാക്കളുടെ പക്കലാണ് ഉണ്ടാവുക. ഇത് സംസ്ഥാനത്തെ തിയേറ്ററിലെ മാത്രം കണക്കാണ്. കഴിഞ്ഞ 3 തവണ, അതായത് ജനുവരിയിലും ഫെബ്രുവരിയിലും സമാനമായ നിലയിൽ തന്നെ നഷ്ടക്കണക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം ചില സിനിമാക്കാർക്കിടയിൽ തന്നെ ചില ഭിന്നാഭിപ്രായം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും 175 കോടി രൂപയാണ് എമ്പുരാന്റെ ബജറ്റ് എന്നത് ഇപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഔദ്യോഗികമായി തന്നെ പുറത്തിറക്കുന്നുണ്ട്. പ്രസിദ്ധീകരിക്കുന്ന കണക്കുകൾ നിർമ്മാതാക്കൾ കേരളത്തിലെ തിയേറ്ററിലെ മാത്രം സാഹചര്യം പരിശോധിച്ചാണ്. അതേസമയം തന്നെ മറ്റു വരുമാന മാർഗമായ OTT, സാറ്റലൈറ്റ്, റെസ്റ്റ് ഓഫ് ഇന്ത്യ, റെസ്റ്റ് ഓഫ് വേൾഡ്, മറ്റ് ഓഡിയോ വീഡിയോ റൈറ്റ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ ഇതിൽ പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ ഈ കണക്കുകൾ നോക്കുമ്പോൾ 15 ചിത്രങ്ങളിൽ എമ്പുരാൻ മാത്രമാണ് ലാഭം നേടിയതെന്നാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ വിശദീകരിക്കുന്നത്. താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർ നേരത്തെ തന്നെ വാർത്താ സമ്മേളനം നടത്തി ചില കാര്യങ്ങൾ പറഞ്ഞതാണ്, ചില അതൃപ്തികൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്കൊക്കെ ഇത് ബന്ധിപ്പിച്ച് കൊണ്ടുവരാനുള്ള അടുത്ത ശ്രമം എന്ന തരത്തിലേക്ക് ഈ കണക്ക് പുറത്തുവിടലിനെയൊക്കെ കാണണമോ നിതിൻ? അനുജ, അത്തരമൊരു ആവശ്യം എന്തായാലും ഈ നിർമ്മാതാക്കളുടെ ഭാഗത്തും ഉയരുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നൊരു ആവശ്യം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു തീരുമാനമായിരുന്നില്ല. പിന്നീട് ഒരു സിനിമാ സമരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പിന്നീട് ചർച്ചയിലൂടെ മാത്രം അന്തിമ തീരുമാനം സ്വീകരിക്കുള്ളൂ എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പിന്നീട് വ്യക്തമാക്കിയത്. പക്ഷേ ജനുവരി ഫെബ്രുവരി മാസത്തെ കണക്കുകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ മലയാള സിനിമ നഷ്ടത്തിൽ തന്നെയാണ് പോകുന്നത്. ഇന്നിപ്പോൾ മാർച്ച് മാസത്തെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 15 സിനിമകളിൽ 14 എണ്ണവും ഈ ലാഭം നേടിയിട്ടില്ലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ നഷ്ടത്തിൽ തന്നെയാണ് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എമ്പുരാൻ മാത്രമാണ് താരതമ്യേന ഇപ്പോൾ ഈ മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ എന്തായാലും താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്നൊരു ആവശ്യത്തിലേക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ നിർമ്മാതാക്കൾ സംഘടന ഈ ആവശ്യം കടുപ്പിക്കാൻ എന്തായാലും സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സിനിമാ സമരത്തിലേക്ക് പോകുന്ന കാര്യത്തിലടക്കം ഒരു അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ എന്തായാലും ഈ നിർമ്മാതാക്കൾ സംഘടന ഇതൊരു നിലപാട് വ്യക്തമാക്കും. അനുജ.